അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇറങ്ങിയിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ ചോറിന് അരിയിട്ട് സാധാരണ ഗ്യാസുമ്മലാണ് ചോറെല്ലാം ഉണ്ടാക്കൽ. ഗ്യാസ് കിട്ടില്ല എന്ന് പറയുന്ന കേട്ടിട്ട് അടുപ്പ് കത്തിച്ചിട്ട് അരിയൊക്കെ ഇട്ട് ഈ അടുപ്പൊന്നും ഞാൻ കത്തിക്കാറേ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോൾ വലിയ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ കത്തിക്കാറുണ്ട്. ഞങ്ങൾ ചെറിയ ആളല്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല അടുപ്പിൻ്റെ ഒന്നും. അപ്പോൾ ഇനിയിപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചേ പറ്റും. അങ്ങനെ ചോറ് വെട്ടി ഇനി അയിലുണ്ട് പൊരിക്കാൻ. ചോറ് എനിക്കിങ്ങനെ ഊറ്റാനേ അറിയുള്ളൂ. ഗൾഫിൽ നമ്മൾ ഇങ്ങനെയാണ് ചോറ് ഊറ്റൽ. ഉമ്മ കഞ്ഞിക്കാലത്തിലൊക്കെയാണ് ഊറ്റൽ, പക്ഷെ എനിക്കങ്ങനെ അറിയില്ല. പിന്നെ ആ അടുപ്പത്ത് തന്നെ മുരിങ്ങക്കായ് കറി ഉണ്ടാക്കാൻ വെച്ച് മുരിങ്ങക്കറി ഉണ്ടാക്കി ആ അടുപ്പത്ത് തന്നെ ഉപ്പേരി ബീഫ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ബീഫ് ഇടിച്ച് വെച്ചിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം റെഡിക്ക് പെട്ടെന്ന് ഗ്യാസിനേക്കാൾ എളുപ്പത്തിലായിട്ട്. അങ്ങനെ ഉപ്പേരി ഇവിടെ റെഡിയാണ്. ഇനി മീൻ പൊരിച്ചതുണ്ടാക്കണം. കുറേ കാലത്തിന് ശേഷം ചോറും കറിയൊക്കെ അടുപ്പിൽ ഉണ്ടാക്കി. മീൻ മാത്രം ഗ്യാസിൽ പൊരിച്ച് ഉപ്പേരിയും അടുപ്പിലുണ്ടാക്കി. ചോറും ഇനി പപ്പടം പൊരിക്കണം. ഞാൻ അടുപ്പുണ്ടാക്കുമ്പോൾ പറഞ്ഞതായിരുന്നു എനിക്ക് പുകയില്ലാത്ത അടുപ്പ് വേണ്ട, ഇങ്ങനത്തെ അടുപ്പാണ് വേണ്ടതെന്ന്. എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പം ഈ അടുപ്പ് കത്തിക്കാനാണ് എനിക്ക് എളുപ്പം. ചെമ്പൊക്കെ കരി പിടിക്കും, എന്നാലും എനിക്ക് ഇങ്ങനത്തെ അടുപ്പിനോടാണ് താല്പര്യം. ഇത് കണ്ട, ഇത് ഞാൻ വീട്ടിൽ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ട് ഉണ്ടാക്കിച്ചതിൽ ഇഷ്ടംപോലെ പ്ലേറ്റും ഗ്ലാസും സ്പൂണും എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമാണ്. അങ്ങനെ നമ്മൾ ചോറ് തിന്നാൻ വേണ്ടി പോകാണ്. ഇരിക്ക് മോളെ.